നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് ഹൈസ്കൂളിൽ NSS യൂണിറ്റും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സും ചേർന്ന് വാളണ്ടിയർ പരിശീലനം നടത്തുകയുണ്ടായി. ദിനപ്രകാശ്, സജി ഭരത് എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകുകയുണ്ടായി. പരിപാടി വാർഡ് മെമ്പർ JC ഉദ്ഘാടനം നിർവഹിച്ചു. പാലിയേറ്റീവ് നഴ്സ് ഷൈനി, ആശാവർക്കർ മിനി എന്നിവരുടെ സാന്നിധ്യം പരിപാടിയിൽ ഉണ്ടായിരുന്നു. പാലിയേറ്റീവ് വാരാചരണങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ കൊട്ടാരക്കരയിൽ സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഈ സ്കൂളിൽ അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളും ക്ലാസ്സും ഒക്കെയാണ് ഇന്ന് കൊട്ടാരക്കര താലൂക്കിൻ്റെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സാന്ത്വന പരിചരണ വിഭാഗം ഇവിടെ നൽകുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വരുന്ന തലമുറയെ, അതായത് പുതിയ തലമുറയ്ക്ക് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള അവബോധം സൃഷ്ടിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ കടന്നുപോയി പ്രതീക്ഷയെ അസ്തമിച്ച അനേകം പേർക്ക് സാന്ത്വനമേകുന്ന ഒരു പദ്ധതിയാണല്ലോ പാലിയേറ്റീവ് കെയർ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൊട്ടാരക്കരയുടെ വിവിധ പ്രദേശങ്ങളിൽ ഷൈനി സിസ്റ്ററിൻ്റെയും അതേപോലെ തന്നെ കൊട്ടാരക്കര താലൂക്കിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിൽ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഇവിടെ സെൻറ്റ് ഗ്രിഗോറിയസ് സ്കൂളിൽ ഇന്ന് കുട്ടികൾക്ക് നടത്തുന്ന ക്ലാസ്സുകളും അത്തരത്തിലൊന്നു തന്നെയാണ്. കാരണം കുട്ടികളിലേക്ക് എത്തുന്ന പുതിയ തലമുറയിലേക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ്. പ്രതീക്ഷ അസ്തമിച്ച് ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ കടന്നു പോകുന്ന അതായത് തീർത്ത് നിർധനരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി അവർക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മൾക്ക് എന്താണ് നൽകാൻ കഴിയുന്നത്, ചിലപ്പോൾ വാക്കുകൊണ്ടും സമീപനം കൊണ്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നൽകുന്ന അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ല വാക്കുകളും നല്ല ക്ലാസ്സുകളും. ജനുവരി 15 മുതൽ ജനുവരി 21 വരെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പാലിയേറ്റീവ് കെയർ വാരാചരണം കൊണ്ട് നടക്കുകയാണ്. ഇതിൻ്റെ മുഖ്യ ഉദ്ദേശ്യം, വർഷങ്ങളായിട്ട് പാലിയേറ്റീവ് കെയർ പദ്ധതി നടക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ വർഷവും ഇതിൻ്റെ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇതൊരു വലിയ സാമൂഹികമായ പ്രശ്നം, സാമ്പത്തികമായ പ്രശ്നം, അതുപോലെ തന്നെ രോഗികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സമൂഹം ഒന്നടങ്കം ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്കൂളിലെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ഒന്നാമത്തെ ഉദ്ദേശം. ഒപ്പം തന്നെ ഒരു ഗൃഹനാഥൻ ആ വീട്ടിൽ തളർന്ന് കടന്നു പോയാൽ ആ വീടിൻ്റെ കാര്യം പിന്നീട് അവതാളത്തിലായി. അത്തരം സ്ഥലങ്ങളിലെ ആൾക്കാരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി പല സന്നദ്ധ സംഘങ്ങളുടെയും അതുപോലെ പലരുടെയും സാമ്പത്തിക സഹായത്തിൽ മറ്റുമാണ് നടന്നു പോകുന്നത്. ഇന്ന് തന്നെ ഇവിടെയുള്ള പല പാലിയേറ്റീവ് കുടുംബങ്ങളെ അംഗങ്ങൾക്കും വിദ്യാർത്ഥികൾ സ്വരൂപിച്ചിട്ടുള്ള അവരുടെ ചില്ലിത്തൊട്ടുകളാലും മറ്റും കിറ്റുകൾ നൽകുന്നുണ്ട്. അപ്പം അവരെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു വളണ്ടിയർ പോലെ ഒരു വാർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.